ഹായ് എല്ലാ കൂട്ടുകാർക്കും കുട്ടിക്കുറുമ്പി സിസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഈ ക്രിസ്മസ് അടുത്തു, ക്രിസ്മസ് കഴിഞ്ഞ്. എന്നാലും ഇവിടെ കുറേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ വീട്ടിൽ മാത്രമല്ല ഓരോ സ്ഥലത്തും പല പല ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീയും പുൽക്കൂടും പിന്നെ ഇത് ഒരു അപ്പൂപ്പനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇതൊന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞങ്ങൾ. ഇതാണ് ഫസ്റ്റ് വീട്. ഈ വീട്ടിലത്തെ പുൽക്കൂടാണിത്. പുൽക്കൂടും ഒരു ക്രിസ്മസ് ട്രീയും ഉണ്ട്, പിന്നെ ഒരു അപ്പൂപ്പനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടല്ലോ. ഇനി അടുത്ത വീട്ടിൽ എങ്ങനെയാണ് പുൽക്കൂട് റെഡിയാക്കിയെന്ന് നമുക്ക് കാണാം. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു വീടാണ്. അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണിത്. ഇതുപോലെ കുറച്ച് പുൽക്കൂടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊരു പുൽക്കൂടാണിത്. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്ക് നമുക്ക് പോകണേ കേട്ടോ. ഹലോ കൂട്ടുകാരെ, ഇത് നമ്മൾ വേറൊരു വീടാണിത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളാണ് ഇപ്പോൾ ഈ കാണിച്ചത് ഫുള്ള്. ഈ വീട്ടിൽ പുൽക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനുള്ള ആൾക്കാരെയൊക്കെ ഉള്ളിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ഇതുപോലെയുള്ള കുറേ ഭംഗിയായിട്ട് ചെയ്തേക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മൾ നാലാമത്തെ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ വീടാണ്. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് തുടക്കം. കണ്ടോ, പിന്നെ കയറി ഇവിടെയൊക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. കണ്ടോ, എനിക്കറിയാവുന്ന ഒരു ചേട്ടനാണ്. ഇച്ചിരി നന്നായി വരയ്ക്കും, നല്ല വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുൽക്കൂട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ട്രീ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോർത്ത് വീട് ഇപ്പം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് വീടാണ്. ഇവിടെ നമുക്ക് പുൽക്കൂടൊക്കെ റെഡിയാക്കിക്കണം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് വീട്. ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് കിടക്കാം. ഹലോ നമസ്കാരം, നമ്മുടെ സിക്സ്ത് വീട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉണ്ണീശു കിടക്കണൊക്കെ ക്ലിയർ ആയിട്ട് നല്ല പുൽക്കൂടിലൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് കിടക്കാം. ഹലോ എവരിവൺ, ക്രിസ്മസ് അടുക്കുമ്പോഴേക്കും ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും പുൽക്കൂട് ഉണ്ടാവും. ഇവിടെ ഈ വീട്ടിലും അതെ, ഇതിൻ്റെ അടുത്തടുത്തുള്ള വീടുകളാണ് കേട്ടോ. ഈ വീട്ടിലും അതെ, നമ്മുടെ 7th വീടാണിത്. ഈ വീട്ടിലൂടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത വീടാണ്. ഇവിടെ പുൽക്കൂടിനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പുൽക്കൂടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നേക്കാളും വീഡിയോ എടുക്കുമ്പോൾ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനത്തെ ഓരോരോ വീഡിയോ ഞാനിടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, ഇതിൻ്റെ കുഞ്ഞു സിസ്റ്റർ ഉണ്ടാക്കിയ ഒരു ചെറിയ പുൽക്കൂടാണ്. ഇതിനകത്ത് ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. ഒരു കുഞ്ഞു പുൽക്കൂട്, ഉണ്ണിയേശുമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഞങ്ങൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം, നല്ല ഭംഗിയായെന്ന് തോന്നിയുകൊണ്ട് എടുത്തതാണ്. കണ്ടോ, ഉണ്ണീശൊക്കെ ഉണ്ട് ഉള്ളിൽ. നല്ല ഭംഗിയുണ്ട്.